ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 227. വീട്ടുതടങ്കലിൽ ആയ പൗലോസ് അതിൻ്റെ 3-ാം ദിവസം സ്ഥലത്തെ യഹൂദ പ്രമാണികളെ ഒരു സുഹൃത്ത് സംഭാഷണത്തിനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അവർ സൗഹൃദപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് പൗലോസിൻ്റെ വാടക വീട്ടിൽ വന്നു. മുഖ്യമായി 3 കാരണങ്ങളാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത്. ഒന്നാമതായി, സുവിശേഷം അവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു. കാരണം ആദ്യം യഹൂദൻ എന്ന നയമായിരുന്നു പൗലോസിന് സുവിശേഷ ഘോഷണത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അടുത്ത കാരണം, ഒരു യഹൂദനായ പൗലോസ് സ്വജനത്തിനെതിരായി ഒരു വിജാതീയ ഭരണാധികാരിയുടെ കോടതിയിൽ അപ്പീൽ കൊടുത്ത് കേസ് നടത്തേണ്ടി വരുന്ന സാഹചര്യം വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, കേസിൽ റോമിലെ യഹൂദന്മാർ പൗലോസിനെതിരായി തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ പൗലോസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആഗതരായ പ്രമാണികളെ സ്വീകരിച്ചിരുത്തിയ ശേഷം പൗലോസ് അവരോട് തൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചപ്പോൾ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർപ്പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിക്കാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിരുന്നില്ല താനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തം ആകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അതെ, പൗലോസ് തൻ്റെ സ്വന്തം നിലപാട് ശരിക്കും വ്യക്തമാക്കുകയാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് താൻ കൈസരെ അഭയം ചൊല്ലിയതെന്നും യഹൂദ ജാതിക്കെതിരെയോ യെരുശലേമിലെ നേതാക്കന്മാർക്കെതിരായോ യാതൊരു പരാതിയും കൊടുത്തിട്ടില്ല എന്നുമാണ് താൻ പറഞ്ഞത്. കൂടാതെ ക്രൈസ്തവ സന്ദേശം ഇസ്രായേലിൻ്റെ മശിഹ പ്രതീക്ഷയുടെ പൂർത്തീകരണമാണെന്നും ആ മഹത്തായ കാര്യം കാരണമാണ് താൻ ബന്ധനസ്ഥനായിരിക്കുന്നത് എന്നും താൻ പറഞ്ഞു. ഈ യഹൂദ നേതാക്കന്മാർക്ക് ഈ ക്രിസ്ത്യത്വത്തെപ്പറ്റി നല്ലവണ്ണം അറിയാമായിരുന്നു. കാരണം റോമിൽ തന്നെ അത് നിരന്തര ചർച്ചാ വിഷയമായിരുന്നു. എങ്കിലും അവർ പൗലോസിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നിൻ്റെ സംഗതിക്ക് യഹൂദിയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിൻ്റെ മതം ഇന്നതെന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞതിൽ നിന്നും അവർക്ക് ഒരു തുറന്ന മനസ്സാണ് ഈ പ്രശ്നത്തിൽ എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പൗലോസിന് അവർ ആവശ്യപ്പെട്ട വിശദീകരണം നൽകുന്നതിൽ തീർച്ചയായും അതിയായ സന്തോഷവും ഉണ്ടായിരുന്നു. അവർ ആലോചിച്ച് ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് സാമാന്യം വലിയൊരു കൂട്ടം പൗലോസിൻ്റെ വാടക വീട്ടിൽ കൂടി വന്നു. അന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ സംസാരിച്ചു. പൗലോസ് മുഖ്യമായി 2 വിഷയങ്ങളാണ് വിശകലനം ചെയ്തത്. ഒന്ന്, ദൈവരാജ്യം. യഹൂദന്മാർ കാത്തിരിക്കുന്ന ദൈവരാജ്യം തന്നെ. എന്നാൽ അവർ കാത്തിരിക്കുന്ന രാഷ്ട്രീയാധിപത്യമല്ല, മനുഷ്യഹൃദയങ്ങളിൽ ദൈവം വാഴുന്ന ആത്മീക ആധിപത്യമാണ് ദൈവരാജ്യമെന്ന് പൗലോസ് സ്ഥാപിച്ചു. സ്വന്തം അനുഭവത്തിൽ നിന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. അടുത്തത് യേശുവിനെ പറ്റിയായിരുന്നു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിലും ആധാരമാക്കി യേശുക്രിസ്തുവിനെപ്പറ്റി പൗലോസ് സംസാരിക്കുകയുണ്ടായി. പ്രവാചക ഉദ്ധരണികൾ കൊണ്ട് ചരിത്രത്തിലെ യേശു സാക്ഷാൽ മശിഹയാണെന്ന് അവർക്ക് ബോധം വരുമാറ് വ്യക്തമാക്കി കൊടുത്തു. ഒരു കാര്യം ബോധ്യം വരുന്നതും അതനുസരിച്ച് പ്രായോഗികമായി പ്രതികരിക്കുന്നതും 2 കാര്യങ്ങളാണ്. ബോധ്യം വന്നാലും പ്രതികരിക്കാതിരിക്കുക മനുഷ്യപ്രകൃതിയിലുള്ള ഒരു വിഷയമാണത്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ചിന്തയിൽ അന്തസ്സ് പാലിച്ച് സത്യത്തെ അംഗീകരിക്കുന്ന സാഹസികരുമുണ്ട്. ഇവിടെ ഇത് 2ഉം സംഭവിച്ചു. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അങ്ങനെ ശ്രോതാക്കൾ അഭിപ്രായ ഭിന്നതയിൽ വേർപിരിഞ്ഞു. കർത്താവായ യേശുവിനെ പറ്റിയും പുരുഷാരത്തിൽ വളരെ ഭിന്നതയുണ്ടായി എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ ഇവിടെയും സംഭവിച്ചു. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. അതെ, സുവിശേഷം ഏറ്റവും വലിയ ഏകീകരണ ശക്തിയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെയും തമ്മിൽ വിഘടിപ്പിക്കുന്ന വിഷയമായും കാണുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.